ഹലോ ഗൈസ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. 17ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മോനില്ല കേട്ടോ, അച്ഛനും അമ്മയും ഉണ്ട് കൂടെ. അപ്പോൾ അവൻ വന്നിട്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 വീലറിൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ നമ്മൾ ഹനുമാൻ ടെമ്പിളിലേക്കാണ് വന്നത്. അങ്ങനെ അമ്പലത്തിൽ വന്നു. April 7 ആണ് നമ്മളുടെ ഡേറ്റ്, വെഡ്ഡിങ് ഡേയുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു, നന്നായി തൊഴുതു, കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങിക്കഴിഞ്ഞതും ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്. അത് ഇവർ ഈ ബനാന ചിപ്സ് ഐറ്റംസൊക്കെ ഹോൾസെയിലായിട്ട് വറുത്ത് എടുക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ നമുക്ക് റീറ്റെയിലായിട്ടും കിട്ടും. അപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ബനാന ചിപ്സൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ തോടും ഒക്കെ അവർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് അവിടെ നിന്ന് തോട് ഇങ്ങനെ എടുക്കാറുണ്ട്. നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ, ഉപ്പേരി ഇതൊക്കെ വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ അതും കുറച്ചെടുത്തു. ഞാൻ 2 ചിപ്സും വാങ്ങി അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ വന്ന് ചേട്ടനൊക്കെ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട്, അച്ഛൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നു. ഞാനും അമ്മയും അച്ഛനും കൂടി ആയിട്ട് വരുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഡെയിലി അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ഒതുക്കിയിട്ട് തണ്ണിമത്തൻ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് ഇവിടെ, പ്രത്യേകിച്ചൊന്നും പറയണ്ട, അത്ര ചൂടാണ്. പിന്നെ അവരെ വീട്ടിലൊക്കെ കൊണ്ടാക്കി അവർക്ക് ചേട്ടനൊക്കെ ഉള്ള ലഞ്ചൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ കുറച്ച് സ്വീറ്റ്സ് ആയിരുന്നു പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഇത് സ്വീറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങി. പിന്നെ ക്ലാസ്സിൽ ചെന്ന് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെറുതെ സ്വീറ്റ്സൊക്കെ കഴിച്ചു. പിന്നെ ഓൾറെഡി കുറച്ച് പ്രോഗ്രാംസിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസാണ്. പിന്നെ ഓൾറെഡി ഇലക്ഷൻ കാരണം ഇപ്പോൾ കുറച്ച് തവണകളിലേക്കുള്ള നമ്മുടെ പ്രോഗ്രാംസും ഇല്ല. അപ്പോൾ ഫുൾ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് വാങ്ങി അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, അപ്പോൾ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവരും കൂടിയിട്ട് ഞങ്ങളത് കേക്കൊക്കെ മുറിച്ചു. 17th വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ കേക്കാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു കേക്ക് മുറിച്ചു എന്ന് മാത്രം. ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണല്ലോ, അതുകൊണ്ട് മാത്രം. സത്യം അങ്ങനെ കേക്ക് മുറിക്കൽ മാത്രമേ ഉള്ളൂ. കാര്യം ആരും അധികം കേക്ക് നമ്മൾ വീട്ടിലധികം കഴിക്കാറില്ല, ഷുഗറും ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ അതുമാത്രമല്ല, കേക്കിനോട് വലിയൊരു താല്പര്യം ആർക്കും ഇല്ല. കേക്ക് അതിൻ്റെ ഒരു പേരിന് വേണ്ടി കട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കേക്ക് അങ്ങനെ തന്നെ ഇരിക്കും കുറേ നാൾ, കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്ന് പിന്നെ നമ്മളത് കളയുക ചെയ്യുക. അത്രയും അങ്ങനെ നമ്മൾ കേക്ക് അധികം തന്നെ ആരും കഴിക്കാറില്ല. മോനാണെങ്കിലും ചേട്ടനാണെങ്കിലും അച്ഛനും എല്ലാവരും അങ്ങനെ ഇപ്പോൾ ഒരു പരിധിയിലാണ്. അപ്പോൾ നമ്മളങ്ങനെ അത് കഴിക്കാറില്ല. പിന്നെ പിന്നെ നമ്മളുടെ നമ്മുടെ സന്തോഷത്തിൻ്റെ നെയ്ബേഴ്സ് ആൻറ്റി അങ്കിളിനൊക്കെ മുറിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണത്തെ നമ്മുടെ 17th വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോയി എന്നുള്ളതിന് യാതൊരു ഇതുമില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ഓരോരോ വർഷവും കടന്നു പോവുക. ഇപ്പോൾ മോനിപ്പോൾ 10th എഴുതി, അത് കഴിഞ്ഞു, റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നെക്സ്റ്റ് +2ലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ നമുക്ക് വർഷങ്ങൾ കടന്നു പോകുന്നതിന് യാതൊരു കണക്കുമില്ല. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ ആയുസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും നമ്മുടെ തലയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഓരോ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഓരോരോ കേക്കായിട്ട് നമുക്ക് അല്ലേ, അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ എന്തെങ്കിലും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും ഞങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ട്രിപ്പിൾ എസ് ഫാമിലി, ടാറ്റ ബൈ ബൈ, സീ യു.